ഹലോ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എവിടേക്കാണ് ഇപ്പോൾ ഈ ചുരം കയറി പോകുന്നത് എന്ന് വേറെ എവിടേക്കുമല്ല, നമ്മുടെ വയനാട്ടിൽ വൈത്തിരി പാർക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകളാട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസും റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന നല്ലൊരു ആംബിയൻസുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ കൂടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് നോക്കൂട്ടോ. നല്ല രസമുള്ള ഒരു പരിപാടി തന്നെയാണ്. ഞങ്ങൾ അവിടെ എത്തി. അവിടുന്ന് ഇപ്പോൾ ഈ വണ്ടി പാർക്ക് ചെയ്യണോടത്തുനിന്ന് അങ്ങോട്ട് ഒരു ജീപ്പ് ഫ്രീ സർവീസ് ഉണ്ട് കേട്ടോ. പാർക്കിൻ്റെ അവിടേക്ക് പോകും. അപ്പോൾ ജീപ്പിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടേക്ക് എത്താനായി. ഞങ്ങൾ ഫസ്റ്റ് ചെന്ന് കണ്ട സമയത്ത് തന്നെ ഒരു നല്ലൊരു അടിപൊളി കാഴ്ച ഞങ്ങൾക്ക് കാണാൻ പറ്റി കേട്ടോ. ഒരു വലിയ ഹൈറ്റുള്ളൊരു ഊഞ്ഞാല. ആ ഊഞ്ഞാലമ്മ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവരെ താഴത്തേക്ക് അങ്ങോട്ട് ഇടണ ആ ഒരു സീനായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. സത്യം പറഞ്ഞാൽ ആ സീൻ കണ്ടുകൊണ്ട് ഞങ്ങൾ പേടിച്ചു കേട്ടോ. അത്രയും ഹൈറ്റിലാണ് ഓല ആടണതേ. ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി. പക്ഷെ എന്നാലും നല്ല സേഫ്റ്റി ഉണ്ട് കേട്ടോ. അവിടുത്തെ ഓരോ റൈഡിനും നല്ല സേഫ്റ്റി ഉണ്ട്. എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗൈഡൻസ് ആണെങ്കിലും അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. അവർ ഓരോ സംഭവം നമുക്ക് കൊണ്ടുപോയി കാണിച്ചു തരുന്നുണ്ട്. ഓരോന്നിനെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാം നമുക്ക് കയറാൻ പേടിച്ച് നിൽക്കുകയാണെങ്കിൽ തന്നെ ഓല് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് നമുക്കിത് കയറാൻ തോന്നും. അങ്ങനെ പാർക്ക് വന്നിട്ട് എത്ര വർഷമായി? നമുക്ക് പാർക്ക് വന്നിട്ട് 2 വർഷമായിട്ടുണ്ട്. 2 വർഷമായിട്ട് നമുക്കിവിടെ വയനാട്ടിലെ ഏറ്റവും വലിയ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് വരുന്ന ഒരു പാർക്കാണ് വൈത്തിരി പാർക്ക്. അതിൽ വന്നിട്ട് നമുക്കിപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അമ്യൂസ്മെന്റ് അഡ്വഞ്ചർ ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് കൂടുതൽ ആക്ടിവിറ്റീസ് വന്നിട്ടുണ്ട്. വാട്ടർ സ്ലൈഡ് ആക്ടിവിറ്റി, വാട്ടറോടനുബന്ധിച്ച് വാട്ടർ തീം പാർക്ക് മാതിരി തന്നെ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അപകടങ്ങൾ അങ്ങനെ ഇല്ല, നമുക്ക് ഇതുവരെ നമുക്ക് ഏറ്റവും പ്രധാനം നമ്മൾ മുൻകൂട്ടി കാണുന്നത് സേഫ്റ്റി പ്രദാനം ചെയ്തിട്ട് തന്നെയാണ് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. സേഫ്റ്റിക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? സേഫ്റ്റിക്ക് നമ്മൾ മെയിനായിട്ട് സിപ്പ് ലൈന്, ചെയിൻസിങ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബെൽറ്റും ഹെൽമെറ്റും ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ സ്റ്റാഫ് അത്രയും കെയർ ചെയ്തിട്ട് തന്നെയാണ് ഗസ്റ്റിനെ എടുക്കുന്നത്. ഇതുവരെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ നമുക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് സ്റ്റാഫിനെ സേഫ്റ്റിനെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും ഗ്യാരണ്ടി തരാൻ പറ്റും. നിങ്ങളെ പേരെന്താ? അൻസിയ. എത്ര വർഷമായി ഇവിടെ സ്റ്റാഫായിട്ട്? ഞാനിപ്പോൾ 3 മാസമായിട്ടുള്ളൂ. 3 മാസമായിട്ട്. എങ്ങനെ കുടുംബമൊക്കെ? ഞാൻ ഇവിടെ തന്നെയാണ്, വയനാട്ടിൽ തന്നെയാണ്. ഇപ്പോൾ തന്നെയാണ് എൻ്റെ സ്ഥലം വന്നിട്ടുള്ളത്. നമ്മളെ സ്കൂളുകൾക്ക് ഓഫർ അങ്ങനെയൊക്കെ കൊടുക്കും. നമുക്ക് സ്കൂൾ ടൂറാണ് ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ നടക്കുന്നത്. നമുക്ക് സ്കൂളിനായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള റേറ്റ് ഉണ്ട്. ഫുഡ് വിത്ത് ഇൻക്ലൂഡിങ് ഫുഡ് ആയിട്ട് വരുന്ന സ്പെഷ്യൽ റേറ്റ്. ഓരോ സെക്ഷനും സെപ്പറേറ്റ് ആയിട്ട് റേറ്റ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയുണ്ട് സൗകര്യങ്ങൾ കുട്ടികൾക്ക്? നമുക്ക് കുട്ടികൾക്കായിട്ട് നമുക്ക് KG സെക്ഷൻ മുതൽ വരുന്ന കുട്ടികൾ ഇവിടെ ഉണ്ട്. അവർക്കായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും കിഡ്സിനായിട്ട് സെപ്പറേറ്റ് ഉള്ള ആക്ടിവിറ്റീസ് വരെ ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ബോർഡ് കറക്റ്റായിട്ടൊന്ന് നോക്കാം കേട്ടോ. ഇവിടെ പ്രൈസും കാര്യങ്ങളും ഇവിടെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും അവിടുത്തെ ഫോൺ നമ്പറും ഒക്കെ ഈ ഒരു ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകളെല്ലാവരും ഇതിലൊന്ന് കോണ്ടാക്ട് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് പോയി ആസ്വദിച്ച് എൻജോയ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത്രയും രസകരമായ സംഭവങ്ങളാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഇവിടെ പാർക്കിൽ ഇതാ സ്കൂൾ കുട്ടികൾ മലപ്പുറം ജില്ലയിലാ? നിങ്ങൾ എത്രാം ക്ലാസ് കുട്ടികളാ? 1 മുതൽ 4 വരെ ഉണ്ടോ? കേട്ടോ. ഞങ്ങളവിടെ എത്തിയ സമയത്ത് തന്നെ കോഴിക്കോട് ജില്ലയിലത്തെ ഒരു സ്കൂളിലത്തെ കുട്ടികൾ വന്നിരുന്നു കേട്ടോ. അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അവരെല്ലാത്തിലും കയറി ചില കുട്ടികൾക്ക് പേടി, അതൊക്കെ നല്ല ഒരു രസമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു.
സ്കൂൾ കുട്ടികളൊക്കെ ആയിട്ടും വരാൻ പറ്റിയൊരു പ്ലേസ് തന്നെ ഉണ്ടത്. അവിടെ കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസും ഉണ്ട്. നല്ല ഒരു ആംബിയൻസുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു. പാർക്കിൽ ഇങ്ങനെ ഇറങ്ങുക കേട്ടോ. മേലെ കണ്ട് ഇങ്ങനെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതൊക്കെ നല്ല ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് സുന്ദരമായ ചെടികൾ. ഇതുപോലെ ഓഫീസ് കാര്യങ്ങൾ ബിൽഡിംഗ് ഒക്കെയാണത്. രസകരമായ രീതിയിൽ ഇത് വർക്കുകളൊക്കെ നടന്നു കൊടുക്കും. ഇതാണ്ടോ രണ്ടാളുകൾ വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ റൈഡുകളാട്ടോ കണ്ടിട്ട്, ടയറും വന്ന് അങ്ങോട്ട് ചാടിപ്പോണ റൈഡുകൾ, അതേമാതിരി നെറ്റ് കെട്ടിയിട്ട് നടക്കാൻ, അങ്ങനെ ഓരോരോ റൈഡുകളാണിത്. അദ്ദേഹത്തിന്റെ കൂടെ ആരാ പോകുന്നത്? പേരുണ്ടോ? മണം പോകുന്നുണ്ടോ അതിന്റെ കൂടെ? അവിടെ നിക്കണം കേട്ടോ. നാളെ എടുക്കാൻ വീഡിയോ. മുണ്ടല്ലിന്നോ? അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ ഒരു വീഡിയോയിലെല്ലാം എല്ലാം കാണിക്കുമ്പോൾക്ക് ലെങ്ത് ആവും. ഇത് അവിടുത്തെ ആക്ടിവിറ്റീസിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ബോർഡാണ് കേട്ടോ. ഇവിടേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ ഈ ബോർഡ് മേലെ നമ്പർ ഉണ്ട് ഇതിൽ കൊടുക്കാം. എല്ലാവരും ഇവിടെ വന്ന് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് പോവാം. ഓക്കെ, ബൈ, താങ്ക് യു.